റോഡിലാണ് കേട്ടോ. അപ്പോൾ അതുവഴി ഒരു വഴിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് നോ എൻട്രൻസ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു ഇപ്പുറത്തെ വഴി കൂടി ഈ ഒരു വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ അത് അവിടെ കണ്ട മുന്നേ കണ്ട സിപ്പ് ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ലൈൻ വന്നിരിക്കുന്ന ഈ ഒരു എന്താ പറയുക പോണ്ടിൻ്റെ മണ്ടേ കൂടെയാണ്. ഇത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു കൊക്ക പോലത്തെ ഒരു സെറ്റപ്പാണ്. ആഴമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിത് ഇവിടെ കാണാം, നൈസായിട്ട് ഇതിൻ്റെ ഉത്സാഹം കാണാം. പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഇത് ഇറങ്ങാനുള്ളൊരു സെറ്റപ്പൊക്കെ ഇവർ പണിത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ നടുക്കൊക്കെ ഒരു കമ്പ് കുത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് ആഴം അറിയാൻ പറ്റും. ഞാൻ എത്ര നാൾ കൂടിയിട്ടാണ്, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുട്ടിക്കാനം കാണാൻ. സത്യം പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാനത്തൊക്കെ കുറേ തവണ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ വളഞ്ഞങ്ങാനത്ത് ഇറങ്ങിയിട്ടുണ്ട്, പണ്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ ഈ ഫാമിലിയായിട്ട് ട്രിപ്പ്, അല്ലാതെ ഞാനിങ്ങനെ സ്വന്തമായിട്ടൊരു ട്രിപ്പൊന്നും ഇങ്ങനെ വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇത് നല്ലൊരു തുടക്കമാവട്ടെ. ഇനി തൊട്ട് നമ്മുടെ ചാനലിൽ കുറേ ഇങ്ങനത്തെ ട്രാവലിംഗ് വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഗൈസ്. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ എന്ത് രസമല്ലേ. അതെ, കല്ല് വീടുന്നുണ്ട്, പക്ഷിയാണ്. പാഞ്ചാലിമേട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ വീട് കാഞ്ഞിരപ്പള്ളിയിലാണ്. അവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ ഈ പാഞ്ചാലിമേടിന്. പക്ഷെ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേസ് വരുന്നത്. കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. ഈ ഒരു തണുപ്പൊന്നുമില്ല കേട്ടോ. പുറകിലും മറ്റു സാധനമുണ്ട്. കേട്ടോ ആ മണ്ടലത്തെ വ്യൂ കാണിച്ച് നമ്മൾ ആ ഒരു പോണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ കാണാൻ പറയുകയാണെങ്കിൽ പുല്ലില്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല വ്യൂ ആ കാണാന്. പക്ഷേ പുല്ലായിപ്പോയി മൊത്തം. നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ്? പാഞ്ചാലിമേടിന്റെ ശരിക്കും വ്യൂ ഇവിടെയല്ലേ? കേൾക്കാവോന്ന് എനിക്കറിയില്ല. Who are you? മഴക്കാറൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പം മഴയൊക്കെ പെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ. ഇവിടെ പരുന്ത് വരുന്നുണ്ട്. ഈ പരുന്ത് വരുന്ന എന്തിനാ അറിയോ? നമ്മൾ ഈ മലയുടെ ഒക്കെ മുകളിൽ പരുന്ത് പറക്കുന്നവർക്ക് മഴ സെൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പരുന്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത്. അതറിയത്തില്ലെങ്കിൽ അത് അറിയണം കേട്ടോ. പരുന്നിങ്ങനെ അവർക്ക് അത് പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മലയിലൊക്കെ കയറുമ്പോൾ ഇവർ നിർദ്ദേശം തരുന്നതാണ് ഇങ്ങനെ ഓരോരോ തട്ടിപ്പുകളെ. മഴ വരുന്നുണ്ട്, വേണമെങ്കിൽ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അത് കഴുകനത് ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ 2 കഷ്ണക്കി കളഞ്ഞ. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേട് കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തോട്ടാണ്. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഫേമസ് വാട്ടർഫോൾ ആണ് കേട്ടോ. നമുക്കപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം. കമോ. അപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെയാണ്. ഇവിടെ ഇനി നേരെ പോയാൽ നമുക്ക് കാണാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പരുന്തുംപാറ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അറിയത്തില്ല, നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമ്മളവിടെ മാക്സിമം പോകാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ മറ്റേ ഈ മണ്ണിടിച്ചിലും കല്ലിടിച്ചിലും അങ്ങനത്തെ ഒക്കെ ഇതുണ്ടാകുന്നതുകൊണ്ട് നമ്മളൊന്ന് എപ്പോഴും അലേർട്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. കണ്ടോ, ഈ നിൽക്കുന്നവർക്കൊക്കെ മോട്ടിവേഷൻ കൊടുത്തത് ഞാനാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ കുട്ടിക്കാനം ടൗൺ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാ? സ്ഥലത്തിന്റെ പേര് ഒരു തേയിലത്തോട്ടത്തിലോട്ട് നമ്മൾ പോവാണ് ഗൈസ്.